പോയി അന്വേഷണം തുടങ്ങിയതാ. വന്നവരോടും പോന്നവരോടും ഉപ്പ ചെയ്ത നെറുകേടിന് ഉമ്മയെന്നല്ല ആരും പൊറുക്കൂല. ഇതുവരെ ഞാൻ കരുതിയത് എൻ്റെ ഉമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്നാ. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും എന്റെ പ്രതീക്ഷയെല്ലാം പോയി പോന്ന പോലെ. എടി നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, എല്ലാം ശരിയാവും. എടി നീ റെഡി ആവുന്നില്ലേ? നമുക്ക് പോണ്ടേ? എന്നാ ഞാൻ പെട്ടെന്ന് റെഡിയാവാം. ഷഹാന നീ റെഡിയാവാ. അയ്യോ ഷഹാന വന്ന് ശരിയാവില്ല. ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു മീറ്റിംഗിന്റെ കാര്യം. ലേറ്റ് ആവും. നീ പെട്ടെന്ന് വാട്ടാ, ഞാൻ താഴെ ഉണ്ടേ. എടി നീ അവിടെ നിന്നേ. നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവ്. ഡാഡി ദിവ്യ, നിന്റെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എനിക്കെന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. എന്നിട്ടാണോ നീ ഇങ്ങനെ ഇരിക്കുന്നേ? അവക്കും സങ്കടമുണ്ട്. നീ എന്തോ ഒരു അകൽച്ച കാണിക്കുന്ന പോലെ ഒരു തോന്നൽ അവക്കും ഉണ്ട്. എനിക്ക് ആരോട് ദേഷ്യം അകൽച്ചയൊന്നുമില്ല. നീ ഒന്നും മിണ്ടാതിരിക്കും. ആ പോവാ. ഹലോ ഹലോ, ആരാ? ഇത് ദിവ്യല്ലേ സംസാരിക്കുന്നേ? അതെ. ഞാൻ നാട്ടീന്നാ. ഫൈസലിന്റെ ഇത്ത ആയിഷ. ആയിഷ. ഫൈസൽ പറഞ്ഞിട്ടുണ്ട് ആയിഷനെ കുറിച്ച്. പറയൂ. തിരക്കിലാണോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇല്ല, പറഞ്ഞോളൂ. അല്ല, വേറൊന്നുമല്ല. ഫൈസലിന്റെ കല്യാണക്കാരിയാ. അവൻ ഈ പ്രാവശ്യം നാട്ടി വരുമ്പോ ഞങ്ങൾക്ക് അവനെ കെട്ടിക്കാനാ പ്ലാൻ. ഇതിപ്പോ എന്നോട് പറയുന്നത് എന്തിനാ? അല്ല, അവിടെ ഫൈസലിന് ഒരാളെ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ. ആയിഷ, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ? ഫ്രീ ആവുമ്പോ ഒന്ന് വിളിക്കണേ. ശരി. ആയിഷയാണ്. പോവാം. എന്തായി സാബിക്കാം? ഇന്റർവ്യൂ കഴിഞ്ഞു. ഞങ്ങൾ വന്നോണ്ടിരിക്കുക. നീ എവിടെയാ? ഞാനിപ്പോ ഓഫീസിലാണുള്ളത്. ഞാനേ ഷോപ്പിന്റെ അവിടെ എത്താറായി. ഷഹാനയെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, നിങ്ങൾ അവിടെ നിന്നോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. ഓക്കെ. طيب ولا يهمك انا وحدي بوصل. Khalid, I'm leaving now. I'll see you in the evening. اوكي Bye. see you. ഫൈസൽ, سامحني عاد انا كان في حد يكلمني. നാം തളർന്നു വീണതോ തകർന്നു പോയതോ അവരറിയണ്ട. നാം വസന്തത്തെ വരവേൽക്കാൻ ഇലകൾ പൊഴിക്കുകയാണെന്ന് അവർ ധരിച്ചോട്ടെ. എപ്പോ ലാൻഡ് ചെയ്തു? ലാൻഡ് ചെയ്തു, ഒരു ചായയും കുടിച്ചു. ഇതാണ് നീ പറഞ്ഞ കുട്ടിയല്ലേ? അതെ. നിങ്ങളേതൊരു ഇന്റർവ്യൂവിന് പോയിരിക്കാന്ന് പറഞ്ഞവൻ? അതെ, ഞങ്ങൾ പോയിട്ട് വരണ വഴിയാ. ഞാനും അന്വേഷിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഉണ്ടാവും മോളുടെ ഉമ്മ. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം, അല്ലടാ? കണ്ടാലും ഇല്ലെങ്കിലും മോളുടെ അമ്മ ഭാഗ്യവതിയാ. അന്വേഷിക്കാൻ ഒരു മോളുണ്ടായല്ലോ. എന്നെ അന്വേഷിക്കാൻ ആരുമില്ല. ഇല്ലാന്നല്ല, ആർക്കും വേണ്ട. മാങ്ങ കഴിഞ്ഞ പിന്നെ മാവിന്റെ ചോട്ടിൽ എന്ത് കാര്യം, അല്ലടാ? ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഭരതൻ 10-40 വർഷമായിട്ട് ഈ ഒമാനിൽ തന്നെ ഉണ്ട്. ഞാൻ ഇറങ്ങട്ടാ. ഉമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാട്ടോ. എന്തെല്ലാം ജോലികൾ ചെയ്ത മനുഷ്യനാ. എല്ലാം തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ടാ. എന്നിട്ട് എന്തുണ്ടായി? പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് പുള്ളി ജീവിക്കുന്നത് പുള്ളിക്ക് വേണ്ടി മാത്രമാ. പുള്ളിയുടെ ഇഷ്ടങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെയുള്ള ഒരു യാത്ര. ഒരു പ്രശ്നമില്ല. ഈ ജോലി മോൾക്ക് തന്നെ സാബിക, ഞാൻ ലേറ്റ് ആയോ? ഇല്ല, ഇരിക്കെ. നമ്മുടെ ഭരതേട്ടൻ വന്നിട്ടുണ്ടായിരുന്നടാ. ആണോ? ഇതപ്പോ പോയല്ലോ. നിനക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? എനിക്ക് ഒരു ചായ. ഞാൻ പറയാം. വേണ്ട, ഞാൻ എടുത്തോണ്ട് വരാം. സമൂസ വേണ്ടേ? ഓ, അതില്ലാതെ നിനക്കെന്ത് ചായ? ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം.
സലീം ഖാൻ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ ശരി. ശരി. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ ഇന്നലെ ഈവനിങ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തേ ഫോൺ എടുക്കാഞ്ഞ്? ഞാൻ കണ്ടില്ല. മിസ് കോളും കണ്ടില്ല? കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായല്ലോ, കോള് കണ്ടില്ലേ? അപ്പൊ കണ്ടില്ല, പിന്നെ കണ്ടത്. തിരിച്ചു വിളിക്കാൻ വിട്ടുപോയി. അതോ തിരിച്ചു വിളിക്കാൻ പറ്റാത്ത വിധത്തിൽ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? അതങ്ങനെ ചോദിച്ചു. Excuse me, madam. യാ. You told me before about Shahana's job. Do you have her CV with you? Because tomorrow I'm going to show her with our boss, so I can handle it to him. I have it with me here. Oh. Come. ഡാ വരുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞു. ഞാനിവനോട് അപ്പഴേ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കിയത് നമ്മുടെ സർക്കാർ തീർന്നത്. ഉണ്ടാക്കിയതല്ലേ? പിന്നെ അല്ലാണ്ട് ബീഫും കിട്ടി കഴിക്കും. അറിയാം. സൂപ്പർ. ഇതും കഴിക്കേ. സ്പെഷ്യലാണ്. വലൈക്കും സലാം. സാബിക്കല്ലേ? അതെ. ഞാൻ കബീർ. ആ ഒന്ന് സംസാരിക്കാണ്ടായിരുന്നു. ഇരിക്കെ. നിങ്ങൾ കഴിക്കട്ടെ, ഞാൻ പോരാ. കഴിക്കടാ. നിങ്ങൾ എവിടുന്ന? കൊള്ളാലേ. സൂപ്പറാണ്. ഞാൻ കോഴിക്കോടുന്ന ആഹാ. ഒരു വിസിറ്റിന് വന്നതാ. നാട്ടിലൊരു പെരപ്പണിയൊക്കെ നടക്കുന്നുണ്ട്. 3 മാസമായി വന്നിട്ട്. ഇതുവരെ തറ പണിയാനേ പറ്റിയിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു സഹായം. എടാ ഷാവുലെ, വന്നേ. എടാ നീ ഗൾഫിൽ വന്നിട്ട് എത്ര കാലായി? 16 കൊല്ലമായി. നീ എപ്പോഴാ വീട് വെച്ചേ? 1 വർഷം മുമ്പ്. 16 വർഷം കഷ്ടപ്പെട്ടിട്ടാ നീ വീട് വെച്ചേ? ലൈം ടീ ഇല്ല? ഒരു ലൈം ടീ തരും എനിക്ക്. എടാ എനിക്ക് ചായ വേണം. എന്തിനാണ്? നിങ്ങൾ ഇരിക്കേ. അല്ല, ഞാൻ അവൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവിടെ ഇരിക്കേ. എന്തായാലും വന്നതല്ലേ. ഇതിരിക്കട്ടെ. അല്ല വേണ്ട. ഇത് വെച്ചോ. ഇനി ആരോടെങ്കിലും പറയുമ്പോഴേ ഈ മാസക്കണക്ക് പറയായിരുന്നാ മതി. വിഷമിക്കണ്ട. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഒന്നും വേണ്ട, പിന്നെ ഒരിക്കലും. ആയിക്കോട്ടെ. ശരി ശരി. എന്തിനാ വെറുതെ അയാളെ പ്രാക്ക് കിട്ടും. അതിനെന്താ, ഞാൻ പറയും. എന്റെ വീടിന്റെ ലോണർ ചേർന്നിട്ടില്ല, നീ മുട്ട ചേർ കഴിക്ക്. അതൊരു പാവം മിസ്കിനാണ്. കണ്ടറിഞ്ഞു. അതുകൊണ്ടല്ലാന്നേ നമ്മളെ നാട്ടിൽ ഇങ്ങനെ കുറെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. സലീം ഖാൻ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മുജീബേ, ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു. പിന്നെ എന്തായാലും നീ ഇവിടെ കാണുമെന്ന് തോന്നി. ഏതായാലും ഞാനീ വഴിക്കാ പോകുന്നത്. അവന് നിന്നെ കാണുകയും ചെയ്യാം. പിന്നെ നമ്മുടെ സാബിക്കയുടെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നാളായി. എന്താ എനിക്ക് വേണ്ട കഴിക്കാൻ? എന്താ സ്പെഷ്യല്? എല്ലാം ഉണ്ട്. സലീം ഖാൻ, എന്തായിരുന്നു കാര്യം? എന്താ അർജന്റ് ആണോ? കുറച്ചു നേരത്തെ തലാലി വിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പോയി കണ്ട പോലീസുകാരനില്ലേ, അങ്ങേര്. ഇവിടെ ബോർഡറിൽ ഹൈമയ്ക്കടുത്ത് ഷഹാനയുടെ ഉമ്മയാണെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് പുള്ളിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഹൈമേല എവിടെയാ? കുറച്ച് ഉള്ളിലോട്ടാന്നാ പറഞ്ഞത്. ആള് പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഈ സ്ത്രീയും ആദ്യം ഉണ്ടായിരുന്നത് ബിദ്യയിലാണത്രേ. ഇവിടുന്ന് ഹൈമേലോട്ട് കുറച്ച് ദൂരല്ലേ? മാത്രല്ല ഷാനക്ക് 2 ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോണം. അറിയാം, അതാ പറഞ്ഞത്. ഞാനാണെങ്കിൽ നാളെയും മറ്റന്നാളും നല്ല തിരക്കില്ല. ഒന്ന് ഫ്രീ ആവണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആവും. മന്ദന്റെ അല്ലേ? അത് ഞാൻ കൊണ്ടുപോയിക്കോളാം. നല്ല ദൂരമുള്ളതല്ലേ, നീ ഒറ്റയ്ക്ക് പോകണ്ട. കാലിദിന്റെ വീട്ടിലെ വണ്ടി എടുത്തിട്ട് പോക്കോ. ഇവനും കൂട്ടിക്കോ. കാലിദിനെ വിളിച്ചോ. നീ ഫ്രീ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ റെഡിയാ. നീ ഇതെവിടായിരുന്നു? നിന്നോട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞല്ലേ? എടി, നിനക്കിതെന്തു പറ്റി? ഫൈസൽ. ഷാന തിരക്കിലാണോ? അത് വേറൊന്നല്ല. സലീം ഖാനെ കണ്ടിരുന്നു. നമ്മൾ ഇന്നലെ പോയി കണ്ട പോലീസ് ഓഫീസർ അല്ലേ, മൂപ്പര് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. തൻ്റെ ഉമ്മയുടെ സാമ്യമുള്ള ഒരാളുണ്ട് അത്രേ. അപ്പൊ മൂപ്പർക്ക് ഒരു ചെറിയ
നമുക്ക് നാളെ ഒന്ന് പോയി നോക്കാം അവിടം വരെ. ഇവിടുന്ന് ഒരു 100-160 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ രാവിലെ തന്നെ ഇറങ്ങേണ്ടി വരും. ആ ഞാൻ റെഡിയായി നിൽക്കാം. ഓക്കെ, അപ്പൊ രാവിലെ കാണാം. ഓക്കെ. ആ ഫോൺ എടുക്കടി. ഹലോ. ഹലോ, എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ബിസി ആയിരുന്നു? ആ കുറച്ച് ബിസി ആയിരുന്നു. ഫൈസൽ അല്ലേ? ആ ഇല്ല. നാളെ ഷഹാനേനെയും കൂട്ടി ഹൈമ എന്ന് പറയുന്ന സ്ഥലം വരെ പോകുന്നുണ്ട്. ഷഹാനയുടെ ഉമ്മയെന്ന് സംശയമുള്ള ഒരു സ്ത്രീ ഉണ്ട് അവിടെ. ഇവിടുന്ന് ഒരു 100-160 കിലോമീറ്റർ ഉണ്ട്. ദിവ്യ ആയിരുന്നോ? ഇല്ല, വരുന്നില്ല. വാ, നമുക്ക് പോയിട്ട് വൈകിട്ട് വരാം. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. വന്ന ഷഹാനൊക്കെ ഒരു കൂട്ടാവും. ഗോ ആൻഡ് എൻജോയ് വിത്ത് ഹെർ. What? What do you mean? Hello? لا احنا قريب ان شاء الله. تقريبا ما 15 دقيقة ان شاء الله. ما ان شاء الله. مع السلامة. This is Jamila. She is from Kerala. നാട്ടിലെവിടെയാ? ഈരാറ്റുപേട്ട. മോളുടെ വീട് എവിടെയാ? തലശ്ശേരി. ഫൈസൽ, എന്റെ മനസ്സ് പറയുന്നു നമ്മൾ ഈ കാണുന്നത് എന്റെ ഉമ്മാനെ ആയിരിക്കും. ഇൻഷാ അല്ലാ, അതങ്ങനെ ആവട്ടെ. ആ സലീം കാ. ആ ഫൈസലേ, ഞാൻ ഒരാളുടെ നമ്പർ വാട്സാപ്പിൽ അയക്കാം. ബൈജു എന്നാ പേര്. ഇയാൾ ഹൈമയിൽ എത്തുന്നതിന് മുമ്പുള്ളൊരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ മാപ്പ് ഇടാം. പോരാത്തതിന് നിങ്ങളെ നമ്പർ അയാൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സ്ത്രീ പിന്നെ ഹൈമയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടുള്ള ഏതോ ഗ്രാമത്തിലാണെന്നാണ് കേട്ടത്. അത് ഇയാൾ പറഞ്ഞുതരും, ബൈജു പറഞ്ഞുതരും. കഴിയുന്നത് നേരത്തെ അവിടെ എത്തുന്നത് നല്ലത് കേട്ടോ. ഓക്കെ ഓക്കെ ശരി. സലീം കെയാ? ആ സലീം കെ. എന്തായിരുന്നു? നമ്മൾ പോണ വഴിക്ക് ഫലജ് എന്ന് പറയുന്ന സ്ഥലത്ത് ബൈജു എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ മൂപ്പരൊന്ന് കാണാൻ. ഓ അത് ശരി.
കാലത്തെ ഒന്ന് വണ്ടി നിർത്തുവോ? സ്റ്റോപ്പ് ദ കാർ. Why? പ്ലീസ് സ്റ്റോപ്പ്. Okay. ഫൈസലെ, സമയം 5:30 ആയി. നമ്മൾ ആ റൈറ്റ് റോഡിൽ നിന്ന് ഡിസൈറിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കിടിലൻ സൺസെറ്റ് കാണാം. എന്താ പറയുന്നു? അത് വേണോ? സൂപ്പർ ആയിരിക്കും. ഷഹാന, റുബൽഹാലി ഡിസൈഡിലെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ പൊളിയാണ്. ഒരു 1 hour സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കണ്ടിട്ട് പോവാം. ഞാനിപ്പോ എന്ത് പറയാനാ? ഉജി, നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോവല്ലേ? ഇപ്പൊ ഓൾറെഡി ലേറ്റ് ആയി. എടാ, നീ ആ സൺസെറ്റ് കാണാത്തോണ്ടാ. നീ 6 വർഷമായി ഒമാനിൽ വന്നിട്ട്. എന്തായാലും നമ്മൾ ഈ വഴിയാ പാസ് ചെയ്ത് പോകുന്നത്. ഇനിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരില്ല കേട്ടാ. ഷഹാനക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഷഹാന ഓക്കെ അല്ലേ? എനിക്കറിയില്ല. Well, Mujib is right. Sunset in here, it's very beautiful. ആ, പറഞ്ഞോടുക്ക്. Let's go. ദിവ്യ, ഞങ്ങൾ വന്ന ഒരു സൺസെറ്റ് കണ്ടു. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. ബിക്കോസ് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് പേഴ്സൺ ഇൻ മൈ ലൈഫ്. യു ആർ മൈ സൺഷൈൻ ആൻഡ് ഐ മിസ് യു. ഞാൻ ഷഹാനേനെ കയറിയെന്നാണ് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് എനിക്കിപ്പം ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് പറയാം, ഷീസ് ലൈക്ക് മൈ സിസ്റ്റർ ആൻഡ് യു നോ ദാറ്റ്. എന്നിട്ടും എനിവേ ദിവ്യ, I love you and I wish to marry you. Faisal, come in. അടിപൊളിയല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ, പോവാ. ഫൈസലേ, വാ വാ, കേര്. മുജീബേ, ഇവിടെ നെറ്റ്വർക്ക് ഇല്ലല്ലോ. What happened? I think we lost the way. ഫൈസലേ, എടാ, നീ പറഞ്ഞ ശരിയാ, റേഞ്ചില്ല കേട്ടാ. ശരിയാ, എനിക്ക് ലൊക്കേഷൻ അടിച്ചിട്ട് കിട്ടുന്നില്ല. ആ, അതാ പറഞ്ഞ റേഞ്ചില്ല. എടാ, നമ്മൾ കേറിയില്ലേ? ശരിക്കും അവിടുന്ന് ആ ലെഫ്റ്റിലേക്കുള്ള റോഡിലേക്കാ പോണ്ടേ? അതാ. No. I think that's the right direction. Are you sure? Don't make us in trouble again, okay? Okay, Khalid, come. Get in. Let's go. Shahana, കേറ്. ആ,
شكلي غلطان في الطريق. വഴി ഇതല്ല അല്ലേ? ഇതെല്ലാം തോന്നുന്നു. നമ്മളിനി എന്ത് ചെയ്യും? I don't know. I'm sorry. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആരെ വെക്കാനാ? ഫൈസലേ, എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടാ. വണ്ടിയിലാണെങ്കിൽ 2 ഉപ്പിയോളും 4-5 ബിസ്ക്കറ്റും മാത്രമേ ബാക്കിയുള്ളൂ. Khalid, it's too dark now and very confusing. I think if we go now, we'll get stuck. We'll sleep in the car tonight? Huh? As you wish. എന്താ അഭിപ്രായം? എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ബിസ്ക്കറ്റ് ഞാൻ എടുത്ത് തിന്നോട്ടെ. എനിക്ക് ഷുഗർ ഉള്ളതല്ലടാ. Well, eat it. വേണോ? I'll switch off the car. ഞാൻ ഇറങ്ങോടാ. ഇല്ല ഒരു 15 മിനിറ്റ്. ആ ശരി. ഓക്കെ ബൈ. ദിവ്യ, ആ എടി ഇവളിത് എവിടെ പോയി കിടക്കുക? ഇപ്പോഴും നോട്ട് റീച്ചബിൾ ആണല്ലോ. നീ ഒന്ന് ഫൈസലിനെ വിളിച്ചു നോക്കിയേ. വാ പോവാ, ഓൾറെഡി ലേറ്റ് ആയി. അവരെന്താന്ന് ചെയ്യട്ടെ. വാ. ദിവ്യ, ഞങ്ങൾ വന്ന ഒരു സൺസെറ്റ് കണ്ടു. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. Oh, you didn't sleep. I did. I slept. They are sleeping. മുജീബേ, മുജീബ്, എനിക്ക് വാ. ഷാന, എവിടെ ഇത്? എടാ നല്ല മൂടല്ലേ? ഒരു കട്ടൻ ചായട്ടിൻ്റെ സൂപ്പറായനെ. ഇവിടെ ഒരു തുള്ളി റേഞ്ചില്ല. വെള്ളം വേണോ? എന്തൊരു ഡെസേർട്ടായത്. ലക്ഷണം കണ്ടിട്ട് നമ്മളൊക്കെ മൂഞ്ചി പോകുന്ന പോലെ ഉണ്ടല്ലോ. എന്തായാലും ഒരു സെൽഫി എടുക്കാം. അളിയാ പോണ്ടേ? ഞാനൊരു സെൽഫി എടുത്ത് മുടിഞ്ഞ വ്യൂവാ. പണ്ട് 2 പേരും ഇവിടെ പെട്ടുപോയക്കാത്ത അഷ്റഫ് ഒരു വീഡിയോ പറയുന്നുണ്ടായിരുന്നേ. വെള്ളം കിട്ടാണ്ട് ഡീഹൈഡ്രേഷൻ ആയിട്ട് ആകെ കറുത്തിരണ്ട് കരണ്ടടിച്ച പോലെ ആയിന്ന്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് പോലും നോക്കാൻ പറ്റാത്തത്ര വികൃതായി എന്നാ കേട്ടെ. വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അല്ലേ? ഒന്നും മിണ്ടാണ്ടിരിക്കടാ. അതിന് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? പിന്നെ നിന്റെ കോപ്പിലെ സൺസെറ്റ് അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ നിൽക്കുന്നേ. ഇപ്പൊ ഞാൻ അറിഞ്ഞോണ്ട് ചെയ്താണാ? Please, both of you, stop it. അല്ല ഇവൻ എന്തിനാ എന്റെ നെഞ്ചത്തായിരുന്നേ? Faisal, please calm down. Both of you fight. Guys, we have to move. It's getting really hot. കുടിക്കാൻ വെള്ളമില്ല, അപ്പളാ മുഖം കേൾക്കണേ. എടാ എനിക്കൊന്ന് വാകണ്ടടാ രാവിലെ. You're fighting again? Let's go inside the car. Come in. ഇവനോട് പറ കേറിയിരിക്കുക കോപ്പ്. ഇവനെന്താ ബോധല്ലേ? കേട്ടാ? ഹലോ ഹലോ, സാബിക്ക് ഫൈസലൊക്കെ ഉണ്ടായിരുന്നു ഒന്ന്. എന്തു പറ്റി മോളെ? അല്ല ഷഹാൻ ഇന്നലെ വന്നിട്ടില്ല. ഫൈസലും ഖാലിദും ഓഫീസിലും എത്തിയിട്ടില്ല. മുജീബിനെ ഞാൻ വിളിച്ചു നോക്കി, അവരാരെയും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവർ ഇന്നലെ തന്നെ വരണ്ടാണല്ലോ. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. അപ്പൊ രാത്രി എത്തുന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വിളിക്കാട്ടാ.
ഓക്കെ? ശരി, ഓക്കെ. എന്താ സാബിക്ക അവരിടില്ലേ? ഇല്ലെന്നേ. നീ ആരെ വിളിച്ചിരുന്നാ? ഞാൻ വിളിച്ചിരുന്നു, ഫോൺ ഓഫ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു വന്നിട്ട് കടന്നുറങ്ങുന്നതായിരിക്കുന്നല്ലേ. ഞാൻ 4 പേരെയും വിളിച്ചു, 4 പേരും സ്വിച്ച് ഓഫ്. ഇത് ഗേറ്റും പൂട്ടി കിടക്കണം. ഇന്നലെ വരും നട്ടു പോയതല്ലേ, പിന്നെ ഇവന്മാർ ഇതോടെ പോയി കിടക്കുന്നു. ഞാൻ സലീമിനൊന്ന് വിളിച്ചോട്ടെ. ആ സലീംക്ക, ഞാനിവിടെ ഹോട്ടലുണ്ട്. അവരെപ്പോഴാണ് ഇന്നലെ തന്നെ കണ്ടിട്ട് ഫലജിലേക്ക് പോയത്? അവരേകദേശം ഒരു 5 മണിയായി കാണും. എന്താ സലീംക്ക? അല്ല, അവരാരും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതെന്ത് പറ്റി? അതറിയില്ല. അവര് പിന്നെ നിന്നെ വിളിക്കറ്റും ചെയ്തിരുന്നോ? ഇല്ല, അവരവിടെ നിന്ന് നേരെ തിരിച്ചു പോകുന്നാണല്ലോ പറഞ്ഞത്. സലീമൊക്കെ വിളിച്ചു നോക്കിയില്ലേ? ഞാൻ വിളിച്ചു, പക്ഷെ അവരാരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ നിന്നെ വിളിക്കാം. ശരി. എടാ ഫൈസലേ, എന്നെ കൊണ്ട് വയ്യ, ഞാൻ ചത്തു. ഇവിടെ കുറച്ച് വെള്ളം തരുവാ? കുറച്ച് വെള്ളം താടാ. കുറച്ച് വെള്ളം കൊടുക്ക. فيصل فيصل يا البترول ناقص. الهل والله ما اعرف. What's wrong with you? I don't know. I like vomiting. ايوه 4 اشخاص، 1 عماني 3 هنود. الاسماء هم خالد عبد الله الغيلاني، فيصل شاهانة مجيب. نوع السيارة برادو رقم 42354 ألف. شوف إذا في حادث أو أي شيء. تمام؟ تعالوا تفضلوا. They went to search for someone, right? Did they find him? We don't know that. And they left from our friend's hotel Haima around 5 p.m. And they went to Felage to meet the person that we referred. But we don't know whether they reached or not. Don't you have the address too? No. First, you search there. Okay, sir. Who was the person who called you yesterday? Faisal. Do you think they must have called someone else? We already inquired. They did not call any of our non-contacts. Did you confirm they did not go back to Khalid's house later on? Yes, I had called Khalid's brother, but they didn't go back. Let us check. We have already informed this to the Haima police station. Let them also investigate, okay? Okay. നമുക്ക് ഹൈമയിലേക്ക് പോയാലോ? പോകാം. നീ വിനുവിനെ കൂടെ വിളിച്ചോ.